എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് താമസിക്കുന്ന വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഭവന സമുന്നതി പദ്ധതിയിലേക്കുള്ള 2025-26 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ സെപ്റ്റംബർ 30 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. വാർഷിക വരുമാനം 4 ലക്ഷം രൂപ വരെയുള്ള BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപേക്ഷിക്കാമെങ്കിലും AAY BPL റേഷൻ കാർഡ് ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക. സർക്കാരിന്റെ ഫണ്ട് ലഭ്യതയ്ക്കനുസരിച്ചാണ് ഇതിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ലഭ്യമായിട്ടുള്ള ഗുണഭോക്താക്കളുടെ എണ്ണത്തിനനുസരിച്ച് വരുമാന പരിധി കുറവുള്ള ആളുകൾക്കാണ് യോഗ്യത കൂടുതൽ ലഭിക്കുക. ഒരേ വരുമാനം ഉള്ളവർ ഉണ്ട് എങ്കിൽ നിർദ്ധരായിട്ടുള്ള സ്ത്രീകൾ, ഒറ്റക്ക് താമസിക്കുന്നവർ, വിധവകൾ, മക്കളില്ലാത്ത സ്ത്രീകൾ ഇവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതാണ്. ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ്. സംസ്ഥാനത്തെ സംവരണ വിഭാഗങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ സംവരണ വിഭാഗത്തിലല്ല എന്നുള്ളതിന് ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SSLC ബുക്കിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുള്ള പേജോ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. വീടിന്റെ ഉടമസ്ഥനായിരിക്കണം അപേക്ഷ സമർപ്പിക്കുന്നതിന്. ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് വീടിന്റെയും വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെയും നികുതി അടച്ച രേഖ കൂടി ഈ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം. വരുമാനം തെളിയിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷ സമർപ്പിക്കുന്ന വീടിന് കൂടുതൽ അവകാശികൾ ഉണ്ട് എങ്കിൽ എല്ലാവരുടെയും സമ്മതപത്രം മുദ്ര പേപ്പറിൽ നോട്ടറി മുഖാന്തരം അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ്. വീടിന്മേൽ അവസാനമായിട്ട് ലഭ്യമായിട്ടുള്ള റേഷൻ കാർഡിന്റെ കോപ്പി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. പരമാവധി 2 ലക്ഷം രൂപ വരെയാണ് സഹായം ലഭിക്കുക. കേരള സ്റ്റേറ്റ് വെൽഫെയർ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റി ലിമിറ്റഡ് L2 കുലീന, ജവഹർ നഗർ, കവടിയാർ PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ഈ മാസം 30-നകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. www.kswcfc.org എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2311 215 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അർഹതയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ജില്ലക്കാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2 ലക്ഷം രൂപ വരെയാണ് വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുക. 2 ലക്ഷം രൂപ വരെയാണ്. 2 ലക്ഷം മുഴുവനായിട്ട് ലഭിക്കും എന്നല്ല, നമ്മുടെ വീടിന് എത്രയാണോ ചെലവ് വരുന്നത് അത്ര മാത്രമേ ലഭിക്കുകയുള്ളൂ. 2 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നുണ്ട് എങ്കിൽ 2 ലക്ഷം കിട്ടും. 1 ലക്ഷം കൊണ്ട് തീരുന്ന പണിയാണ് നമ്മുടെ വീടിന് ഉള്ളത് എങ്കിൽ അത്രയേ കിട്ടുകയുള്ളൂ. എഞ്ചിനീയർ പരിശോധന നടത്തുന്നതാണ്. അവരാണ് ഇതിന് എത്ര രൂപ വേണം എന്നുള്ളത് കണക്കിലാക്കുക. മറ്റൊന്ന്, മുമ്പ് 10 വർഷത്തിനുള്ളിൽ വീട് നിർമ്മാണത്തിനോ വീട് പുനർനിർമ്മാണത്തിനോ സഹായം ലഭിച്ചിട്ടുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.